നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തമിഴ് നടൻ ശരത് കുമാറും ഭാര്യയും കമലഹാസന്റെ പാർട്ടിയോട് വിട പറഞ്ഞു. ഇരുവരും NDA മുന്നണിയിലേക്ക് എത്തുന്നു. തിരുനെൽവേലി സീറ്റ് ആവശ്യപ്പെട്ടുവെന്നും വാർത്തകൾ. സമത്വ മക്കൾ കക്ഷി നേതാവും നടനുമായ ശരത് കുമാർ NDA സഖ്യത്തിൽ ചേർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. DMKയുടെ മുൻ രാജ്യസഭാംഗമായ അദ്ദേഹം BJPയുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയതായും സൂചനകൾ വരുന്നു. ശരത് കുമാർ 1998 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK സീറ്റിൽ തിരുനെൽവേലിയിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. തുടർന്നാണ് 2001 രാജ്യസഭാംഗമായത്. അതിനാൽ BJPയോട് മത്സരിക്കാൻ തിരുനെൽവേലി സീറ്റാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് സൂചന. ഇക്കാര്യം തമിഴ്നാട് BJP അധ്യക്ഷൻ K അണ്ണാമലയും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. DMKയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 2006 പാർട്ടി വിട്ട് ഭാര്യ രാധികയോടൊപ്പം അണ്ണാ DMKയിൽ ചേരുകയായിരുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാധിക പുറത്തായതോടെ 2007 സമത്വ മക്കൾ കക്ഷി എന്ന പാർട്ടി രൂപീകരിച്ചു. 2011 തെങ്കാശിയിൽ നിന്നും നിയമസഭാംഗമായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമലഹാസന്റെ മക്കൾ നീതി മയ്യം പാർട്ടിക്കൊപ്പം മത്സരിച്ചെങ്കിലും ഒരിടത്തും വിജയിക്കാൻ പാർട്ടിക്കായില്ല. ഏതായാലും അവിടെ തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉണ്ടാകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കമലഹാസൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും വിജയ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. കമലഹാസന്റെ രാഷ്ട്രീയ പാർട്ടി പ്രവേശനമായിരുന്നു ആദ്യം ചർച്ച ചെയ്യപ്പെട്ടതെങ്കിൽ പിന്നീട് വിജയ് അത് വലിയ രീതിയിൽ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. അതിനുശേഷം ചില രാഷ്ട്രീയ മാറ്റങ്ങൾ തമിഴകത്ത് ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ശരത് കുമാറും രാധികയും ഇപ്പോൾ NDA സഖ്യത്തിലേക്ക് എത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.